ഹായ് മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് യു പി സ്കൂളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉറുദു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവർക്ക് കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതേ ഒരു പാറ്റേണിൽ തന്നെയാവും നിങ്ങൾക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇതേ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഏകദേശം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റും നോട്ടും ഒക്കെ പഠിക്കണം. അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടുപോയാൽ, ഒരു അരമണിക്കൂറുള്ള ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടുപോയാൽ നിങ്ങൾക്ക് എന്താവും, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറിനുള്ള സൂചനകളൊക്കെ മറ്റുള്ള ക്വസ്റ്റ്യന് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം, മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. സർഗമി അല്ലെ, ഒന്നാമത്തെ ഇതിൽ എ ആണുള്ളത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു നസമ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ബർസാത്ത് അല്ലെ ഗേത് മേ ജാൻ ആയി എന്നുള്ള പദ്യത്തിലെ നസമിലെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. ബർസാത്ത് സർപ്പെ ആയി. ബർസാത്ത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, മഴക്കാലാണ്, വർഷക്കാലാണ്. സർപ്പെ ആയി അല്ലെ, അല്ലെങ്കിൽ മഴ സർപ്പെ ആയി എന്ന് പറഞ്ഞാൽ മഴക്കാലം നമ്മുടെ തലക്ക് മുകളിൽ വന്നു പറഞ്ഞാൽ മഴക്കാലം വരവായി എന്നുള്ള അർത്ഥം കേട്ടോ. കാലി കട്ടായം അല്ലെ, കാലി കട്ടായം എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ. കാലി കട്ടായം എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ ലായി, കാർമേഘങ്ങൾ മഴക്കാലത്തെ കൊണ്ടുവന്നു. ഗിർഗിർക്കെ ആയേ ബാദൽ അല്ലെ, ഗിർഗിർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂടുക എന്നുള്ളതാണ്. അപ്പോൾ ബാദൽ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, മേഘം എല്ലായിടത്തും മൂടി. ഹർ സിമർ ഓരോ ദിശയിലും. ചായേ ബാദൽ അല്ലെ, മേഘങ്ങൾ ഇങ്ങനെ പരന്നു കിടന്നു. ലഹര രഹി ഹേ നഹരെ അല്ലെ, അലയടിക്കുന്നു അല്ലെങ്കിൽ ആടുന്നു, ചാഞ്ചാടുന്നു എന്നൊക്കെ അർത്ഥമുണ്ട് നമ്മുടെ ലഹരക്ക്. ലഹര രഹിയേം നഹരെ, നെഹരെ എന്ന് പറഞ്ഞാൽ അലകൾ, അല്ലെങ്കിൽ ചെറിയ തോട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ അലകളൊക്കെ ഇങ്ങനെ എന്താണ്, ആ ഒരു അതായത് മഴക്കാലം വരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കാറ്റും മഴ മൂടലൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെറിയ ഓണം തട്ടലും ഒക്കെ ഉണ്ടാവുന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബൽഗാരഹി ഹേ നഹരെ, ഇവിടെയും സെയിം തന്നെയാണ്, ആ ഒരു ലിന്റെ മീനിങ് തന്നെയാണ്. ബൽഗാരഹി ഹേ നഹരെ എന്താണ്, പിന്നെ ചെറിയ അലകളൊക്കെ ഇങ്ങനെ ഒഴുകുന്നു, നമ്മുടെ തോട്ടിലൂടെ ഇങ്ങനെ ഒഴുകുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ബാഹോമേ, ബാഹോമേ തോട്ടങ്ങളിൽ. ഷാനായി, ഷാനായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഒരു പ്രൗഢി വന്നു. ഗേതോമേ വയലുകളിൽ. ജാനായി ജീവൻ വന്നു. അപ്പൊ മഴക്കാലം വരുമ്പോ പിന്നെ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ എന്ത് വരും, ആ ഒരു പ്രൗഢി വരും. പിന്നെ തോട്ടങ്ങളിൽ പൂക്കളൊക്കെ പൂക്കും. അതുപോലെ ഗേത്തിൽ എന്താണ്, പച്ചക്കറികളൊക്കെ കുഴിച്ചിടാൻ തുടങ്ങും. അങ്ങനെ ഹരിയാലി വന്നു, കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്താണ്, ഹരിയാലിയൊക്കെ വരും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടോ, ജാനായി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബച്ചോ നസം പഠിക്കർ സവാലോ കെ ജവാബ് ലിഖിയെ അല്ലെ, പദ്യം വായിച്ചിട്ട് സവാലോ കെ ജവാബ് ലിഖിയെ, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, യെ മഷ്ഹൂർ നസം കിസ്കാ ഹേ, ഈ പ്രസിദ്ധമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഈ പദ്യം ആരുടേതാണ്? അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറച്ച് പദ്യങ്ങളെ പഠിക്കാനുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ പിന്നെ നമുക്ക് കവികളെ തന്നിട്ടുള്ള പദ്യങ്ങളും കുറവാണ്. അപ്പൊ ഈ പദ്യം ആരുടേതാണ്? നമ്മുടെ ഗേത്തോമയും ജാൻ ആയി എന്നുള്ള പദ്യത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പദ്യം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണം ഇത് ഏത് പദ്യത്തിൽ നിന്നുള്ളതാണ്, ഇത് ആര് എഴുതിയിട്ടുള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം അല്ലെ. ഇത് ആരുടേതാണ്? ഇത് അൽതാഫ് ഹുസൈൻ ആലി എഴുതിയ കവിതയാണ് അല്ലെ. അപ്പൊ ഇവിടെ വേറെ കുറച്ച് പിന്നെ കവികളെ പേര് കൊടുത്തിട്ടുണ്ട്. ഇക്ബാൽ കൊടുത്തിട്ടുണ്ട്, ചക്ബസ്ത് കൊടുത്തിട്ടുണ്ട്, ജഫർ ഗോരഖ്പുരി ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പദ്യം പിന്നെ ഉള്ളത് പ്യാരാവത്ത് എന്നുള്ളൊരു പദ്യമുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അത് ആര് എഴുതിയതാണ്? അത് പണ്ഡിറ്റ് പൃഥ്വിനാരായണ ചക്ബസ്ത് എഴുതിയതാട്ടോ. പ്യാരാവത്തൻ എന്നുള്ള കവിത നമ്മളെ രാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ പിന്നെ ദേശഭക്തിയെ കുറിച്ചൊക്കെയുള്ള ഒരു കവിതയാണ്. ആ കവിത ആര് എഴുതിയതാണ്? ചക്ബസ്ത് എഴുതിയതാണ്. അതുപോലെ ജഫർ ഗോരഖ്പുരി എഴുതിയതാണ് നമ്മളെ പടോസി എന്നുള്ള, അയൽവാസി എന്നുള്ള ആ കവിത ആര് എഴുതിയതാണ്? ജഫർ ഗോരഖ്പുരി എഴുതിയതാണ്. അപ്പൊ ഈ 3 കവിതകൾ ഓർത്തിട്ടാൽ മതി. ഗേത്തോമേ ജാനായി എന്നുള്ളത് ഹാലി എഴുതിയതാണ്. ചക്ബസ്ത് എഴുതിയതാണ് പ്യാരാവത്തൻ എന്നുള്ള കവിത. അതുപോലെ ജഫർ ഗോരഖ്പുരി എഴുതിയതാണ് പടോസി എന്നുള്ള കവിത. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ നമ്മുടെ ആൻസർ ഈ ഗേത്തോമേ ജാനായി എന്നുള്ള ഈ ബർസാത്തിനെ കുറിച്ചുള്ള മഴ വർഷകാലത്തെ കുറിച്ചുള്ള കവിത എഴുതിയത് ആരാണ്? ആലിയാണ് കേട്ടോ. ആരാണ്? അൽതാഫ് ഹുസൈൻ ആലിയാണ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് തന്നിട്ടുള്ള എന്താണ്? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബച്ചോ ബർസാത്ത് കെ മൗസമേ അല്ലെ, മഴക്കാലത്ത് അല്ലെങ്കിൽ വർഷകാലത്തെ ജമീൻ പർ നമ്മുടെ ഭൂമിയിൽ ക്യാ ക്യാ തബ്ദീലിയ മാറ്റിയ, എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് അല്ലെ. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മുടെ മോസമിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ബർസാത്ത് കെ ബാരേമേ അല്ലെ, മഴക്കാലത്തെ കുറിച്ച് നോട്ട് തയ്യാർ കീജിയെ, ഒരു 3-4 സെന്റൻസ് ഉള്ള ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോട്ട് എഴുതുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലെ. എന്താണ്, ബാരിഷ് കെ മൗസം അല്ലെങ്കിൽ ബർസാത്ത് കാ മൗസം ബഹുത് അച്ഛാ ഹെ, വളരെ നല്ലതാണ്. ബാരിഷ് കാ മൗസം ബഹുത് ഖൂബ്സൂറത്ത് ഹെ അല്ലെ, നല്ല ഭംഗിയുള്ള മാസമാണ്. ബർസാത്ത് കെ മൗസം ബഹുത് ठंडी होती है, നല്ല തണുപ്പുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ കവിതയിൽ നിന്നും വരികൾ എടുത്ത് എഴുതാം അല്ലെ. ബർസാത്ത് കെ മൗസം മേ എന്താണ്, ബാഹോമേ ഷാൻ ആത്തി ഹെ അല്ലെ, ബാഹോമേ ഷാൻ എന്ന് ഇവിടെ ഉണ്ട്. ആത്തി ഹെ എന്നുള്ളത് നിങ്ങൾ കൂട്ടിച്ചേർക്കുക അല്ലെ. തോട്ടങ്ങളിൽ എന്ത് വരും? പ്രൗഢി വരും. ഗേത്തോമേ ജാൻ ആത്തി ഹെ അല്ലെ, വയലുകളിൽ ജീവൻ വരും അല്ലെ. ജമീൻ പേ ഹരിയാലി ആത്തി ഹെ
ഭൂമിയിൽ എന്താണ് പച്ചപ്പ് വരും എന്നൊക്കെയുള്ള ചെറിയ സ്മോൾ നല്ല ഈസി ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും എഴുതാൻ പറ്റും. നമുക്ക് ആ നോട്ട് ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഹെഡിങ് കൊടുക്കണം കേട്ടോ. ബർസാത്ത് മോസം എന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. അല്ല ചോദ്യം ബർസാത്ത് മോസം എന്നുള്ള ഹെഡിങ് ആണ് കൊടുക്കുക, അല്ലെങ്കിൽ ബർസാത്ത് നോ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ എഴുതാം. അപ്പോൾ ഇവിടെ 4 സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഉള്ളത്. അപ്പൊ അത് പിന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ എന്തിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ടീച്ചർ ഹെഡിങ് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കണം. ഇവിടെ ബർസാത്ത് എന്നോ ബർസാത്ത് കെ മോസം എന്നോ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സെന്റൻസ് എഴുതാം. ബർസാത്ത് കെ മോസമേ മഴക്കാലത്തെ അച്ചി ഡണ്ടി ഹോത്തി ഹെ, നല്ല തണുപ്പുണ്ടാവും അല്ലെ. ബർസാത്ത് ബർസാത്ത് കെ മോസം അല്ലെ, മഴക്കാലം ബഹുത് ഖൂബ്സൂറത്ത് ഹെ, വളരെ ഭംഗിയുള്ളതാണ്. ബർസാത്ത് കെ മോസമേ മഴക്കാലത്തെ ബാഹോമേ, ഇത് നമ്മുടെ അപ്പോ നസമിലുള്ള അതേ സെന്റൻസ് കൊണ്ട് നമ്മൾ ഗതി രൂപത്തിലാക്കിയതാട്ടോ, സെന്റൻസ് രൂപത്തിലാക്കിയതാണ്. ബാഹോമേ അല്ലെ, തോട്ടങ്ങളിൽ ഷാൻ ആത്തി ഹെ, പ്രൗഢി വരും. ബർസാത്ത് കെ മോസമേ മഴക്കാലത്തെ ഗേതോമേ, വയലുകളിൽ ജാൻ ആത്തി ഹെ അല്ലെ, ജീവൻ വരും. ഹരിയാലി ആത്തി ഹെ എഴുതാം അല്ലെ. ബർസാത്ത് കെ മോസമേ പിന്നെ ജമീൻ മേ ഹരിയാലി ആത്തി ഹെ, ഭൂമിയിൽ പച്ചപ്പ് വരും എന്നൊക്കെയുള്ള സെന്റൻസ് നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സർഗർമി നോക്കാം. അടുത്ത സർഗർമി എക്ക് ബി വന്നിട്ടുള്ളത് എന്താണ്? സർഗർമി എക്ക് ബി അല്ലെ, ഒന്നാമത്തെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക. അപ്പോൾ എന്താണ് ഇവിടെ എന്നുള്ളത് നോക്കാം. ഇവിടെയും ഒരു നസമാണ് തന്നിട്ടുള്ളത് അല്ലെ. വരികൾ കണ്ടാൽ മനസ്സിലാക്കാം. നസം ഏത് ദില്ലി ചലേ എന്നുള്ള ആ ഒരു നസമിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് പൂച്ചകൾ ഇങ്ങനെ ദില്ലിയിൽ പോകുന്നതും അവിടെ കാണുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ ആ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആ നസമിൽ അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ബോലിയോ ബല്ലേ സെ ബില്ലി അല്ലെ, നമുക്ക് രണ്ട് പൂച്ചകൾ ഇങ്ങനെ പറയാം, നമുക്ക് ദില്ലിയിലേക്ക് പോകാം. ഹം തും ദോനോം ജായേം ദില്ലി, നമുക്ക് രണ്ടുപേർക്കും ദില്ലിയിലേക്ക് പോകാം. ദേഖേം, നമുക്ക് കാണാം. മീന ബസാറോ കോ, മീന അങ്ങാടികൾ അല്ലെ, അല്ലെങ്കിൽ മീന ബസാറുകൾ നമുക്ക് കാണാം. ലാൽ കില അല്ലെ, ചെങ്കോട്ട കി ദിവാറോ കി, ചെങ്കോട്ടന്റെ ചുമരുകൾ നമുക്ക് കാണാം. ജുംന പാർ ബി ഹം ജായേംഗെ, നമുക്ക് ജുംന പാറിലേക്ക് പോകാം. ജന്തർ മന്ദിർ ദേഖ് ആയേംഗെ, നമുക്ക് ജന്തർ മന്ദിർ കണ്ടിട്ട് വരാം. ചാന്ദിനി ചൗക്ക് മേ ഘൂമേം ദോനോ, നമുക്ക് ചാന്ദിനി ചൗക്കിൽ നമുക്ക് രണ്ടുപേർക്കും ഘൂമേ ചുറ്റിക്കറങ്ങാം, നമുക്ക് രണ്ടുപേർക്കും ചുറ്റിക്കറങ്ങാം. ബാഹെ മുഗൾ മേ അല്ലെ, മുഗൾ ബാഹിൽ അല്ലെ, മുഗൾ തോട്ടത്തിൽ ജൂമയും ദോനോ, നമുക്ക് രണ്ടാൾക്കും സല്ലപിക്കാം, ഒരുമിക്കാം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ബച്ചോ, കുട്ടികളെ ഗീത് പഠിക്കർ സവാലോം കെ ജവാബ് ലിഖിയേ അല്ലെ, അതേ ഭാഗം വായിച്ചിട്ട് അതിന്റെ നസമിന്റെ ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബച്ചോ, കുട്ടികളെ നീച്ചെ താഴെ ഇസ് ഗീത് കെ, ഈ പദ്യത്തിലെ ചന്ദ് അൽഫാസെ, കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഉന്മേ അതിൽ ഏക്ക് താരീഖി ഇമാറത്തെ അല്ലെ, താരീഖി ഇമാറത്തും തഫ്രീഹി മക്കാമാത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ താരീഖി ഇമാറത്ത് എന്നാൽ എന്താണ്? ചരിത്ര കെട്ടിടങ്ങൾ അല്ലെ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. എന്താണ്? ചരിത്ര സ്മാരകങ്ങളെയാണ് താരീഖി ഇമാറത്ത് എന്ന് പറയുന്നത്. തഫ്രീഹി മക്കാമാത്ത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസസും ആണ് അല്ലെ, ചുരുക്കർ ലഗിയെ. അപ്പൊ നമ്മളോട് എന്ത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്? താരീഖി ഇമാറത്ത്. അപ്പൊ ഇതിൽ ഏതാണ് താരീഖി ഇമാറത്ത്? മീന ബസാർ ഉണ്ട്, ജുംന ഉണ്ട്, ലാൽ കില ഉണ്ട്, ചാന്ദിനി ചൗക്ക് ഉണ്ട്. ഇതിൽ ഏതാണ് താരീഖി ഇമാറത്ത്? ലാൽ കിലയാണ് അല്ലെ, ചെങ്കോട്ടയാണ് താരീഖി ഇമാറത്ത്, ചരിത്ര സ്മാരകമായിട്ടുള്ളത് ലാൽ കിലയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇസ് ഗീതമേ, ഈ പാട്ടിൽ ചന്ദ് അം ആവാസ് അൽഫാസ് അല്ലെ, നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ് അം ആവാസ് അൽഫാസ് അല്ലെ, ഒരേ സൗണ്ടിൽ വരുന്ന വ്യത്യസ്ത വാക്കുകൾ, റൈമിംഗ് വേർഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സമാന പദങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ്. ദോ അമ്മാവാസ് അൽഫാസ് ട്വിൻകർ ലഗിയെ, 2 അമ്മാവാസ് അൽഫാസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതാ ഭാഗം ഈ നസമിന്റെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? അമ്മാവാസ് അൽഫാസ് കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടെ ബില്ലി, ഇവിടെ ദില്ലി അല്ലെ, രണ്ടും ഒരേ സൗണ്ടാണ്, ബില്ലി ദില്ലി. പിന്നെയോ ഇവിടെ ബാസാറോ ദീവാറോ അല്ലെ, ബാസാറോ പോ ദീവാറോ പോ എന്നൊക്കെ എന്താണ്? അമ്മാവാസ് അൽഫാസ് ആണ് അല്ലെ, ബാസാറോ ദീവാറോ. അതുപോലെ ഇവിടെ ജായേം ആയേ അല്ലെ, ഇങ്ങനെ നമ്മളോട് രണ്ടെണ്ണമാണ് എടുത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നത് എടുത്ത് എഴുതാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? നമ്മൾ 1A പ്രവർത്തനത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ദില്ലി ഹിന്ദുസ്ഥാൻ കി രാജധാനി ഹെ, ദില്ലി ഹിന്ദുസ്ഥാൻ കി, ഇന്ത്യയുടെ രാജധാനി തലസ്ഥാനമാകുന്നു. ദില്ലി കെ ബാരെ മേ ആപ് ക്യാ ക്യാ ജാനത്തെ ഹെ, ദില്ലിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഏക് നോട്ട് തയ്യാർ കീജിയെ, ഡൽഹിയെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പിന്നെ അറിയുന്നുണ്ടാവും, കുറെ നമുക്ക് ഈ പദ്യത്തിന് വരികൾ തന്നെ കിട്ടും, ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും അല്ലെ. ഒന്നാമത്തെ സെന്റൻസ് ദില്ലി ഹെഡിങ് കൊടുക്കുക. ദില്ലി എന്ത് എഴുതാം? ഇവിടെ ഒരു സെന്റൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദില്ലി ഹിന്ദുസ്ഥാൻ കി രാജധാനി ഹെ അല്ലെ, ദില്ലി ഇന്ത്യയുടെ രാജധാനി തലസ്ഥാനമാണ്. പിന്നെ എന്താ? ദില്ലി ഹിന്ദുസ്ഥാൻ കി മഷൂർ ഷഹർ ഹെ അല്ലെ, ഹിന്ദുസ്ഥാനിലെ മഷൂർ ഷഹർ എഴുതാം അല്ലെ. പിന്നെ എന്താ? നമ്മുടെ ഈ കവിതാ ഭാഗത്ത് എന്തൊക്കെയുണ്ടല്ലോ അല്ലെ, എന്തൊക്കെയാണ് ദില്ലിയിലുള്ളത് എന്നുള്ള കുറെ സംഭവങ്ങളെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ലാൽ കില ഉണ്ട്, മീന ബസാർ ഉണ്ട്, ജുബ്ന ഉണ്ട്, ചാന്ദിനി ചൗക്ക് ഉണ്ട്, ആദി ദില്ലി മേ ഹെ അല്ലെ, ഇതൊക്കെ ദില്ലി മേ ഹെ, ഇതൊക്കെ ദില്ലിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കി എഴുതാം അല്ലെ. അപ്പോൾ ദില്ലി മേ താജ്മഹൽ ഹെ, ദില്ലിയിൽ താജ്മഹൽ ഉണ്ട്,
അല്ലെ दिल्ली में तफरीही इमारत അല്ലെ तफरीही इमारत है സോറി दिल्ली में तारीखी इमारत है तफरीही मकामात हैं ഒക്കെ ഉള്ള സെന്റൻസുകൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് 2-3-4 സെന്റൻസ് നോക്കാം. നമുക്ക് ദില്ലിയെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ സെന്റൻസിന് നമുക്ക് ദില്ലിന്ന് ഹെഡിങ് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഹെഡിങ് കൊടുക്കണം. ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹെ, ഇന്ത്യയുടെ രാജധാനി, ഇന്ത്യയുടെ തലസ്ഥാനമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള അതേ സെന്റൻസ്. ദില്ലി ഏക് ബഡാ ഓർ ഖൂബ്സൂറത്ത് ഷഹർ ഹെ, ദില്ലി ഏക് ബഡാ ഒരു വലിയ ഒരു ഖൂബ്സൂറത്ത് ഷഹർ ഹെ ഒരു വലിയ പട്ടണമാണ്, വലിയതും ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു സിറ്റിയാണ്. ദില്ലി മേ അല്ലെ ദില്ലിയിൽ ബൗത്ത് സെ ഒരുപാട് താരീഖി മക്കാമാത്ത് ഹെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ലാൽ കില ദില്ലി മേ ഹെ, ലാൽ കില ദില്ലിയിലാണുള്ളത്. കുതുബ് മിനാർ ബി ദില്ലി മേ ഹെ, കുതുബ് മിനാറും ദില്ലി തന്നെയാണ് ഉള്ളത്. ദില്ലി ഏക് അഹം തഹലീമി അല്ലെ ദില്ലി ഏക് അഹം, ദില്ലി ഒരു പ്രധാനപ്പെട്ട തഹലീമി വിദ്യാഭ്യാസ ഓർ തിജാറത്തി ബിസിനസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ കച്ചവടപരമായിട്ടുള്ള മർക്കസ് ഹെ കേന്ദ്രമാണ്. അപ്പൊ ഇത്രയാണ് ദില്ലിയെ കുറിച്ചുള്ള സെന്റൻസുകൾ. ഒന്നുകൂടി വായിക്കാം. ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹെ, ദില്ലി എന്ന് പറയുന്നത് ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹെ, ദില്ലി ഇന്ത്യയുടെ തലസ്ഥാനമാണ്, ക്യാപിറ്റൽ ആണ്. ദില്ലി ഏക് ബഡ, ദില്ലി ഒരു വലിയ ഓർ ഖൂബ്സൂറത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഷഹർ നഗരമാണ്. ദില്ലി മേ ഡൽഹി ബൗത്ത് സെ ഒരുപാട് താരീഖി മക്കാമാത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ലാൽ കില ചെങ്കോട്ട ദില്ലി മേ ഹെ ദില്ലിയിലാണ്. കുതുബ് മിനാറും ദില്ലി മേ ഹെ ദില്ലിയിലാണുള്ളത്. ദില്ലി ഏക് അഹം, ദില്ലി ഒരു പ്രധാനപ്പെട്ട താഹലീമി വിദ്യാഭ്യാസപരമായിട്ടുള്ള തിജാറത്തി കച്ചവടപരമായിട്ടുള്ള മർക്കസെ കേന്ദ്രമാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ് ടീച്ചർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ മനസ്സിലാക്കി എടുത്തേതാ കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. സർഗർമി ദോ അല്ലെ, കണ്ടില്ലേ സർഗർമി ദോ. പ്യാരെ ദോസ്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദാബ്. അബുൽ കലാം ആസാദ് ഏക് മുജാഹിദ് ആസാദി ഹെ, മുജാഹിദ് ആസാദി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. വഹ് മക്കാമേ, അദ്ദേഹം മക്കയിലെ 11 നവംബർ 1858. അപ്പൊ നമുക്ക് സർഗർമി ദോ നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്യാരെ ദോസ്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദാബ്. അബുൽ കലാം ആസാദ് ഏക് മുജാഹിദ് ആസാദി ഹെ, മുജാഹിദ് ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. വഹ് മക്കാമേ, അദ്ദേഹം മക്കയിൽ 11 നവംബർ 1888 में पैदा हुए അല്ലെ, 11 നവംബർ 1888 ജനിച്ചത്. ഈ ദിവസം കൗമി നമ്മളെ കൗമി യോമേ താലീം ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് കെ തോർ പർ മനായി ജാത്തെ ഹെ, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. വഹ് ഹിന്ദുസ്ഥാൻ കെ, അദ്ദേഹം ഹിന്ദുസ്ഥാനിലെ പഹലെ ആദ്യത്തെ വസീറെ താലീം ഹെ, ആദ്യത്തെ വിദ്യാഭ്യാസ വസീറെ താലീം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു. ഉൻകാ പൂരാ നാം, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സയ്യിദ് മുഹ്യുദ്ദീൻ അഹമ്മദ് ആസാദ് ഹെ, സയ്യിദ് മുഹ്യുദ്ദീൻ അഹമ്മദ് ആസാദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഉറുദു കെ, അദ്ദേഹം ഉറുദുവിലെ മഷൂർ പ്രശസ്തനായിട്ടുള്ള അദീബ് ബി ഹെ, സാഹിത്യകാരൻ കൂടി ആയിരുന്നു. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്പീച്ചാണിത്. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ബച്ചോ കുട്ടികളെ തക്രീർ പഠിക്കാർ സവാലോ കി ജവാബ് ലിഖിയെ, ആ പ്രസംഗ ഭാഗം വായിച്ചിട്ട് സ്പീച്ചിന്റെ ആ ഭാഗം വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം കൗമി യോമേ താലീം ദേശീയ വിദ്യാഭ്യാസ ദിനം കബ് മനായ ജാതാ ഹെ, എന്നാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ഇതിൽ കണ്ടു അല്ലെ, നമ്മുടെ പിന്നെ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് എന്താണ് കൗമി യോമേ താലീമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെ. കൗമി യോമേ താലീം തോർ പർ മനായ ജാത്തെ ഹെ. അപ്പൊ എന്താണ്? 11 നവംബർ അല്ലെ, 11 നവംബർ ആണ് എന്ത് ഉത്തരം. ഇതിന്റെ ജവാബായിട്ട് വന്നിട്ടുള്ളത് എന്താണ്? 11 നവംബർ. രണ്ടാമത്തെ ചോദ്യം, നീച്ചെ താഴെ ചന്ദ് മുജാഹിദ് ആസാദി കെ നാം ഹെ അല്ലെ, കുറച്ച് മുജാഹിദ് ആസാദി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഉൻമേംസെ, അതിൽ കേരളാക്ക, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മുജാഹിദ് ആസാദി കോൺ ഹെ, നമ്മളെ കേരളീയനായിട്ടുള്ള ഒരു എന്തുണ്ട്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരുണ്ട്. അതാരാണ്? ഭഗത് സിംഗ്, ഝാൻസി റാണി, കെ കേളപ്പൻ, ബഹാദുർ ഷാ സഫർ. ഇതിൽ ഏതാണ് അല്ലെ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ആരാണ്. കെ കേളപ്പനാണ് ആൻസർ. ഇനി മൂന്നാമത്തെ, ഇഷാരോं की मदद से അല്ലെ, ഇഷാരോं की मदद से താഴെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് കെ ബാരെ മേ നോട്ട് തയ്യാർ കീജിയെ അല്ലെ, നമ്മൾ കൊടുത്ത സൂചനകൾ വെച്ചിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അല്ലെ, എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? സൂചനകൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇഷാര എന്തൊക്കെ കൊടുത്തിട്ടുള്ളത്? മുജാഹിദ് ആസാദി എന്ത് കൊടുത്തിട്ടുണ്ട്? മുജാഹിദ് ആസാദിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബംഗാളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, നെഹ്റു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് 23 ജനുവരി 1898 എന്ന് കൊടുത്തിട്ടുണ്ട്, നേതാജി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൂചനകളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു 3-4 സെന്റൻസ് ഇതിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. ആദ്യം ഫസ്റ്റ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന് ഹെഡിങ് കൊടുക്കാം അല്ലെ, സുഭാഷ് ചന്ദ്രബോസിന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? സുഭാഷ് ചന്ദ്രബോസ് एक मशहूर मुजाहिद आजादी है अल्ലെ, एक अहम मुजाहिद
ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രശസ്തനായിട്ടുള്ള മുജാഹിദ് ആസാദി വഹ് ബംഗാൾ മേ പെയ്താ ഹുയെ. അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്. എന്നാ ജനിച്ചത്? 23 ജനുവരി 1898 ജനിച്ചത്. ഇസ്കോ നേതാജി പുകാർത്തെ ഹൈ. അദ്ദേഹത്തെ നമ്മൾ നേതാജി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് അല്ലെ. പിന്നെ ഈ നെഹ്റുവിന്റെ കാര്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചൊരു നോട്ട് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സുഭാഷ് ചന്ദ്രബോസ് ആദ്യം ഹെഡിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എഴുതാം സുഭാഷ് ചന്ദ്രബോസ് ഹിന്ദുസ്ഥാൻ കെ ഏക് മുജാഹിദ് ആസാദി തെ. ഹിന്ദുസ്ഥാനിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. ഏക് അഹം എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. അഹം എന്ന് കൊടുക്കാം, മഷൂർ എന്ന് കൊടുക്കാം, അസീം എന്ന് കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. വഹ് 23 ജനുവരി 1897 को पैदा हुए. അദ്ദേഹം ജനിച്ചത് നമ്മുടെ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എഴുതിയിട്ട് पैदा हुए എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നേതാജി കെ നാം സെ മഷഹൂർ തെ. അദ്ദേഹം നേതാജി എന്നുള്ള പേരിലായിരുന്നു പ്രശസ്തനായത്. ഉन्होंने അദ്ദേഹം ആസാദി ഹാസിൽ करने के लिए സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ ആസാദി ഇന്ത്യ ഫൗജ് എന്നാണ് അതിന് ഉറുദുവിൽ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി ആസാദി ഇന്ത്യ ഫൗജ് സ്ഥാപിച്ചു. और हिंदुस्तान को രാജ്യത്തെ നമ്മുടെ ഇന്ത്യയെ അംഗ്രേസിയോं से ഇംഗ്ലീഷുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും ആസാദ് करने की कोशिश की. സ്വാതന്ത്ര്യമാക്കാൻ ശ്രമിച്ചു. ഉൻകാ മഷ്ഹൂർ നേര അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു തും മുझे खून दो. നിങ്ങൾ എനിക്ക് രക്തം നൽകൂ. मैं तुम्हें ആസാദി दूंगा. ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. അപ്പോൾ ഈ ഒരു ചെറിയ നോട്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഈ സർഗർമി 3 നോക്കാം നമുക്ക്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. എന്താണ്? ഷാനു കെ അബ്ബാജാൻ. ഷാനുവിന്റെ അബ്ബാജാന് ദോസ്തോं के साथ കൂട്ടുകാരുടെ കൂടെ കൊച്ചിൻ ഷഹർ घूमने गया. അല്ലെ കൊച്ചി ഷഹർ കാണാൻ പോയി. കൊച്ചി കാണാൻ പോയി. ഷാം കോ ഘർ വാപ്പസ് ആയ. അല്ലെ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി. അബ്ബാജാൻ കോ ദേഖ് കർ ഷാനു പൂച്ചനെ ലഗി. അബ്ബാജാനെ കണ്ടപ്പോൾ ഷാനു ചോദിക്കാൻ തുടങ്ങി. ഷാനു എന്ത് ചോദിച്ചു? അബ്ബാജാൻ ആപ് കഹാ ഗയേ തെ. അബ്ബാജാൻ നിങ്ങൾ എവിടെയാണ് പോയിരുന്നത്? അപ്പൊ എന്താണ് എവിടെയാണ് പോയത്? അമ്മ കൊച്ചിൻ ഗയേ തെ. ഞാൻ കൊച്ചിനാണ് പോയത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഷാനു വീണ്ടും അവിടെ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ അബ്ബാജാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയൊരു പുസ്തകമാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ബച്ചോ ഷാനു ഓർ അബ്ബാജാൻ കി ഗുഫ്തഗു ആകെ ബിടായിയെ. ഷാനും അബ്ബാജാനും തമ്മിലുള്ള ഒരു പുസ്തകം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെട്രോ കാ സഫർ എന്നുള്ള ചാപ്റ്ററിൽ കൊച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമുക്ക് പുസ്തകമൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ആ ഒരു പുസ്തകത്തിനെ ഇവിടെ ജോഷ്ന എന്നൊക്കെ തോന്നുന്നു പേര്. അപ്പൊ അവിടെ ആ കുട്ടിയും ഉമ്മയും തമ്മിലുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ടീച്ചറും തമ്മിലുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു പുസ്തകം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പുസ്തകമാണ്. നമ്മുടെ ഷാനും അവരുടെ അബ്ബാജാനും തമ്മിലുള്ള ചെറിയൊരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ ഷാനു ആദ്യം ചോദിക്കുന്നു. ഷാനു അബ്ബാജാൻ ആപ് കഹാ ഗയേ തെ. അബ്ബാജാൻ നിങ്ങൾ എവിടെ പോയിരുന്നത്? അപ്പൊ അബ്ബാജാൻ പറയാണ് मैं കൊച്ചിൻ देखने गया था. ഞാൻ കൊച്ചി കാണാൻ പോയതായിരുന്നു. ഷാനു ചോദിക്കും ആപ് വഹാം ക്യാ ക്യാ ദേഖേ. നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് കണ്ടത്? അബ്ബാജാൻ മറൈൻ ഡ്രൈവ് വാട്ടർ മെട്രോ ദേഖേ. മറൈൻ ഡ്രൈവും വാട്ടർ മെട്രോയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഷാനു ചോദിച്ചു ആപ് മെട്രോ മേ സഫർ नहीं किए. നിങ്ങൾ എന്താ മെട്രോയിൽ യാത്ര ചെയ്തില്ല എന്ന് ചോദിക്കണം അല്ലേ. ആപ് മെട്രോ മേ നിങ്ങൾ മെട്രോയിൽ സഫർ नहीं किए. നിങ്ങൾ യാത്ര ചെയ്തില്ല. അപ്പൊ അബ്ബാജാൻ പറയാണ് ആ ബേട്ടി ആ മോളെ മെട്രോ മേ ബി സഫർ കിയേ തെ. മെട്രോയിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഷാനു ചോദിക്കാണ് മെട്രോ കാ സഫർ കൈസേ തെ. മെട്രോയിലുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അബ്ബാജാൻ? അപ്പൊ അബ്ബാജാൻ പറഞ്ഞു ബഹുത് മസ ആയ ബേട്ടി. ഭയങ്കര രസമായിരുന്നു മോളെ. ചെറിയൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ വെച്ചിട്ട് ഒരു പുസ്തകവും തയ്യാറാക്കാം കേട്ടോ. സർഗർമി തന്നെ ഉള്ള രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കൊച്ചിൻ ഷഹർ കൊച്ചി സിറ്റി അല്ലെങ്കിൽ കൊച്ചി പട്ടണം കിസ് ജില്ലാ മേ ഹെ. ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിൽ എല്ലാവർക്കും അറിയണതാവും അല്ലെ. ഏത് ജില്ലയിലെ? കാലിക്കറ്റ് ഉണ്ട്, എറണാകുളം ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, വയനാട് ഉണ്ട്. ഏത് ജില്ലയാണ്? യെസ് എറണാകുളം ജില്ലയിലാണ് കൊച്ചി ഉള്ളത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത സർഗർമി 4 അല്ലെ, നാലാമത്തെ പ്രവർത്തനമാണ്. എന്താണ്? കുടുംബശ്രീയെ കുറിച്ച് അവിടെ ഒരു ബയാനിയ കൊടുത്തിട്ടുണ്ട്, ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. കുടുംബശ്രീ ഔറത്തോं का एक अंजुमन है അല്ലെ, സ്ത്രീകളുടെ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. ഈ ഔറത്തോं को ഇത് സ്ത്രീകളെ ബഡാവാ ദേനെ ബഡാവാ ദേന എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ അവർക്ക് അവരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഏക്ക് സർക്കാരി മൻസൂബ ഹെ. ഒരു സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ആണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സർക്കാരിന്റെ ഒരു മൻസൂബ എന്ന് പറഞ്ഞ പ്രൊജക്ട് ആണ്. ഗരീബി ദൂർ കർണ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്താണ്? ഉസ്കാ അഹം മക്സദ് ഹെ. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഗരീബി ദൂർ കർണ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കുടുംബശ്രീ കെ മേളമേ കുടുംബശ്രീ മേളകളിൽ ഗരേലു സാമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഗാനെ കി ചീസെ അല്ലെ ഭക്ഷണ സാധനങ്ങൾ, കപ്പടെ ഡ്രസ്സുകൾ, വഹീറ തയ്യാർ കർക്കെ ബേച്ച്തേ ഹെ അല്ലെ തുടങ്ങിയൊക്കെ തയ്യാറാക്കി വിൽപ്പന നടത്താറുണ്ട് എന്നുള്ളതാണ് ആ ബയാനിയിൽ പറയുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ. എന്താണ്? ഒന്നാമത്തെ ചോദ്യം കുടുംബശ്രീ കെ മേളമേ അല്ലെ കുടുംബശ്രീ മേളകളിൽ ക്യാ ക്യാ മിൽത്തേ ഹെ എന്തൊക്കെയാണ് കിട്ടുക? അപ്പൊ നമുക്ക് ആ ബയാനിയിൽ നിന്ന് നേരിട്ട് എഴുതാൻ പറ്റിയ ചോദ്യത്തിന്റെ ഉത്തരമാണത് അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക? കുടുംബശ്രീ മേളകൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക അല്ലെ. ഇവിടെ നേരിട്ട് കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീ കെ മേളമേ കുടുംബശ്രീ മേളകളിൽ ഗരേലു സാമാൻ അല്ലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഗാനേക്കി ചീസ് ഭക്ഷണ സാധനങ്ങൾ, കപ്പടെ ഡ്രസ്സുകൾ, വഹീറ തയ്യാർ കർക്കെ ബേച്ച്തേ ഹെ ഇതൊക്കെ തയ്യാറാക്കി വിൽപ്പന നടത്താറുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? കുടുംബശ്രീ കാ അഹം മക്സദ് ക്യാ ഹെ
കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട മക്സദ് ഉദ്ദേശം എന്താണ്? അത് നേരെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗരീബി ദൂർ കർണ എന്താണ്? ഗരീബി ദൂർ കർണ അല്ലെ? നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്താണ്? ഗരീബി ദൂർ കർണ എന്താണ്? ഗരീബി ദൂർ കർണ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതാണ് ഉസ്കാ അഹം മക്സദ് ഹെ, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി ഇത് തന്നെ മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്. തന്നെ മൂന്നാമത്തെ ചോദ്യം വന്നത് എന്താ നോക്കാം. മൂന്നാമത്തെ ചോദ്യം നീച്ചെ ദിയെ ജുംലെ ഹോർസെ പഠിയെ, താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തത് കുടുംബശ്രീ ഏക്ക് സർക്കാരി മൻസൂബ ഹെ, കുടുംബശ്രീ ഒരു സർക്കാരി മൻസൂബ ഹെ, ഒരു സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ആണ്. രണ്ടാമത്തെ സർക്കാർ കുടുംബശ്രീ ബച്ചോं की एक अंजुमन है, കുടുംബശ്രീ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സംഘടനയാണ്. അല്ല അത് തെറ്റാണ്. ഒന്നാമത്തെ നമ്മൾ തെറ്റോ ശരിയോ എന്നുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ എന്താണ് തെറ്റാണ്. മൂന്നാമത്തെ കുടുംബശ്രീ ഔറത്തോं की एक अंजुमन है, കുടുംബശ്രീ എന്നുള്ളത് എന്താണ്? സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. ശരിയാണ് അല്ലെ? കുടുംബശ്രീ മർദ്ദോങ്കോ ബടാ ദേനേക്ക് ഏക്ക് മൻസൂബായെ, കുടുംബശ്രീ മർദ്ദോങ്കോ ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ബടാവാ ദേനേക്ക് അവരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഏക്ക് സർക്കാരി പ്രൊജക്ട്, ഒരു സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ആണ് എന്നുള്ളത് എന്താണ്? അതും തെറ്റാണ്. അപ്പൊ ഒന്നാമത്തും മൂന്നാമത്തും മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഉന്മേം ഇതിൽ ഉന്മേം കുടുംബശ്രീ സെ മുതാലിക് അല്ലെ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കോൺ കോൺസെ ഏതെല്ലാം ജുംല സ്വഹീ ഹെ, ഏതെല്ലാം ജുംലകളാണ് സെന്റൻസുകളാണ് കറക്റ്റ്. സ്വഹീ ബയാൻ ചുൻകർ ലിഖിയെ, ശരിയായത് എടുത്തിട്ട് എഴുതാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളതിൽ കണ്ടുല്ലേ ഏതായിരുന്നു ശരി? ഒന്നാമത്തെയും മൂന്നാമത്തെയും ശരി അല്ലെ? ഇവിടെ ഒന്നാമത്തെ ഏക് ഓർ ദോ സ്വഹീ ഹെ, ഒന്നും രണ്ടും ശരിയാണ്. പിന്നെന്താണ്? തീൻ ഓർ ചാർ സ്വഹീ ഹെ, മൂന്നും നാലും ശരിയാണ്. സി ദോ ഓർ തീൻ സ്വഹീ ഹെ, രണ്ടും മൂന്നും ശരിയാണ്. ഡി ഏക് ഓർ തീൻ സ്വഹീ ഹെ, ഒന്നും മൂന്ന് ശരിയാണ് അല്ലെ? അപ്പൊ ഡി ആണ് ആൻസർ അല്ലെ? ഡി അല്ല ആൻസർ. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഡി തന്നെ അല്ലെ? ഇവിടെ കണ്ടോ, ഒന്നാമത്തെ എന്താണ്? കുടുംബശ്രീയൊക്കെ സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ആണ്, ഇത് ശരിയായിരുന്നു അല്ലെ? ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ ബച്ചോं का एक अंजुमन, അത് തെറ്റാണ്. മൂന്നാമത്തെ കുടുംബശ്രീ ഔറത്തോं की, സ്ത്രീകളുടെ ഒരു സംഘടനയാണ്, ശരിയാണ്. നാലാമത്തെ മർദ്ദോं को बढ़ावा देने के, ആണുങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് തെറ്റാണ്. അപ്പൊ ഒന്നും മൂന്നുമാണ് സ്വഹീ ആയിട്ടുള്ളത്. ഉത്തരം ഏക് ഓർ തീൻ സ്വഹീ ഹെ എന്നുള്ളതാണ്. ഡി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇവിടെ ഡി മൂന്നാമത്തിലെ ഈ മൂന്നാമത്തെ ക്വസ്റ്റിലെ ഡി ആണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സർഗർമി നോക്കാം അല്ലെ? അഞ്ചിലെ എ സർഗർമി എന്താണ്? എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? സിനാൻ രാഹുൽ കാ ജിഗരി ദോസ്ത, സിനാൻ രാഹുലിന്റെ ജിഗരി ദോസ്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട് ആണ്. ഏക് ദിൻ, ഒരു ദിവസം സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ ഗയ, സിനാൻ രാഹുലിന്റെ വീട്ടിലേക്ക് വന്നു അല്ലെ? ഉസ്നെ അവൻ ദേഖാക്കെ കണ്ടു രാഹുൽ ഉദാസ് ബൈഠാ ഹെ, രാഹുൽ ഒരു എന്താ ടെൻഷനോട് കൂടി ഇരിക്കുകയാണ്. ക്യാ ബാത് ഹെ രാഹുൽ, എന്താണ് കാര്യം രാഹുൽ എന്ന് സിനാൻ ചോദിച്ചു. ആജ് ഇത്തിനെ ഉദാസ് ക്യോ ഹോ, ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ? ക്യാ കഹൂ യാർ, എന്ത് പറയാനാണ് കൂട്ടുകാരാ? ആജ് മേരാ തെറാപ്പി കാ ദിൻ ഹെ, ഇന്ന് എന്റെ തെറാപ്പിന്റെ ദിവസമാണ്. ഓർ ഉമ്മി കെ പാസ് പൈസ നെയ് ഹെ, ഉമ്മാന്റെ അടുത്ത് പൈസ ഇല്ല. ക്യാ കരൂ, എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ സിനാൻ എന്താ പറഞ്ഞത്? സിനാൻ പറഞ്ഞു തും പരേഷാൻ മത് ഹോ രാഹുൽ, അല്ലെ? നീ പരേഷാൻ ആവണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. കോയി രാസ്ത ജറൂർ നിക്കലേഗ, അല്ലെ? എന്തെങ്കിലും വഴി, നമുക്ക് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വഴി വരും. സിനാനെ തസല്ലി ദി, സിനാനെ അവനെ ആശ്വസിപ്പിച്ചു. ബച്ചോ കഹാനി പഠിക്കൽ സവാലോ കെ ജവാബ് ലിഖിയേ, അല്ലെ? ചോദ്യങ്ങൾ പിന്നെ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥ തന്നെയാണ്. ആ ഒരു കഹാനിന്റെ ഭാഗം വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം സിനാൻ രാഹുൽ കാ ദേശ് താ, സിനാൻ രാഹുലിന്റെ ആരായിരുന്നു? ഇത് നമ്മുടെ ആഫിയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യന്. സിനാൻ രാഹുൽ കാ ആരാണ്? ദുഷ്മനാണോ, ശത്രുവാണോ, ദോസ്ത് കൂട്ടുകാരനാണോ, പടോസി അയൽവാസിയാണോ, റിശ്തേദാർ കുടുംബക്കാരനാണോ? അല്ലെ? സിമ്പിൾ അല്ലേ? ദോസ്ത് അല്ലെ? ദോസ്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദോസ്ത് അല്ലെ? ഈ രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം ഷാം കോ സിനാൻ കഹാം ഗയ, ഷാം കോ വൈകുന്നേരം സിനാൻ കഹാം ഗയ, സിനാൻ എവിടെയാണ് പോയത് അല്ലെ? എവിടെയാണ് പോയത്? സിനാൻ എവിടെയാണ് പോയത്? നമുക്ക് സ്റ്റോറി കണ്ടാൽ മനസ്സിലാവും അല്ലെ? ഏക് ദിൻ സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ ഗയ, കണ്ട? ഏക് ദിൻ ഒരു ദിവസം, സിനാൻ ഷാം കോ വൈകുന്നേരം, രാഹുൽ കെ ഘർ ഗയ. അപ്പൊ ഈ സെന്റൻസ് കൊണ്ട് എടുത്ത് എഴുതാനേ ഉള്ളൂ അല്ലെ? സിനാൻ ഷാം കോ രാഹുൽ കെ ഘർ ഗയ എന്നുള്ള ഈ സെന്റൻസ് കൊണ്ട് എടുത്ത് എഴുതാനേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ള എന്താണ്? സിനാനെ രാഹുൽ സെ ക്യാ പൂച്ച, സിനാന് രാഹുലിനോട് ക്യാ പൂച്ച, എന്താണ് ചോദിച്ചത് അല്ലെ? എന്താണ് ചോദിച്ചത്? നമുക്ക് നോക്കാം. രാഹുലിനോട് എന്താ ചോദിച്ചത് അല്ലെ? എന്താണ് ഇവിടെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാ ബാത്ത് ഹെ രാഹുൽ, എന്താ കാര്യം? ആജ് ഇത്തിനെ ഉദാസ് ക്യോ ഹോ, അല്ലെ? ഇന്ന് എന്താണ് ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നുള്ള ഈ ഒരു ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യനിലും ഇവിടെയും ഒരേ വാക്കുണ്ട്. ആദ്യം ആ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് ഈ ബയാനിയെ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ബയാനിയെ നല്ലോണം ഒന്ന് വായിക്കുക. എന്നിട്ട് അതിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അർത്ഥങ്ങളെ ഒക്കെ വെച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചോദ്യങ്ങൾ ഒന്നുകൂടി വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. പെട്ടെന്ന് കിട്ടൂല. പിന്നെ വലിയ വലിയ സെന്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂല. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടൂല. അങ്ങനെയൊന്നും തരൂല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സ്റ്റോറിന്റെ ഭാഗം തന്നെയൊക്കെ ആവും തരിക. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1, 2, 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാൻ പെട്ടെന്ന് കിട്ടും കേട്ടോ.
അപ്പൊ ഇനി ഇതിൽ അവസാനത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം എന്താ വന്നത്? രാഹുൽ ക്യോം ഉദാസ് ബേഠാ താ? രാഹുൽ എന്തുകൊണ്ടാണ് എന്താണ് ടെൻഷൻ അടിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് തെറാപ്പിക്ക് പോകാൻ പറ്റിയില്ല അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ആ രാഹുൽ അവിടെ എന്ത് ചെയ്താ രാഹുലിന് എന്തുകൊണ്ടാണ് രാഹുൽ രാഹുൽ കാ തെറാപ്പി കാ ദിൻ ഹെ, രാഹുലിന്റെ തെറാപ്പിന്റെ ദിവസമായിരുന്നു. ഓർ ഇവിടെ ഉമ്മി കെ പാസ് ആണ്, രാഹുൽ കെ ഉമ്മി കെ പാസ് ചെയ്താട്ടോ. രാഹുൽ കെ ഉമ്മി കെ പാസ് പൈസ നെയ് ഹെ, രാഹുലിന്റെ ഉമ്മാന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ടാണ് രാഹുൽ ഉദാസ് ബേഠേ, രാഹുൽ ടെൻഷൻ അടിച്ചിരുന്നത് എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി 5ൽ ബി നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. 5ൽ ബി നോക്കാം സർഗമി. 5 ബി എന്താ നോക്കാം. സീന ഏക്ക് അച്ചി ലഡ്കി തി. സീന എന്ന് പറഞ്ഞ കുട്ടി എന്താണ്? ഏക്ക് അച്ചി ലഡ്കി തി, ഒരു നല്ല കുട്ടിയായിരുന്നു. ഓ ഷഹർമേ രഹത്തി തി, അവൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഷഹർമേ, ഒരു പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. ഏക്ക് ദിൻ, ഒരു ദിവസം സീന സീന സഹേലി റാണി കെ സാത്ത്, അവളുടെ കൂട്ടുകാരിയായ സഹേലി എന്നാൽ എന്താണ്? കൂട്ടുകാരിയായ റാണി കെ സാത്ത്, റാണിയുടെ കൂടെ ഷഹർ ജാ രഹി തി, അല്ലെ പട്ടണത്തിലോട്ട് പോകുകയായിരുന്നു. അചാനക്, പെട്ടെന്ന് ഉസ്നെ അവൾ ഏക്ക് ആവാസ് സുനി, അവൾ ഒരു സൗണ്ട് കേട്ടു. ദേഖാത്തോ, നോക്കിയപ്പോൾ സടക് പാർ, റോട്ടിൽ ഏക്ക് ആദമി ചില്ലാ രഹാ ഹെ, ഒരു ആള് കിടന്നിട്ട് നിലവിളിക്കാണ്. എന്താണ്? ബച്ചാവോ മുജെ ബച്ചാവോ, രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് നിലവിളിക്കാണ് അല്ലെ, കരയാണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ബച്ചോ കഹാനി ഹോർസെ പഠിയേ, കുട്ടികളെ കഥ ശ്രദ്ധിച്ച് വായിച്ചേ. ഇഷാരോ കി മദദ് സെ 3 സവാല തയ്യാർ കീജിയെ, താഴെ കൊടുത്ത സൂചനകൾ വെച്ചിട്ട് 3 സവാല, 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? കഹാം, കഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ, കോൺ ആര്, ക്യാ എന്ത്, കൈസെ എങ്ങനെ, അങ്ങനെയുള്ള ഈ 4 ചോദ്യവാക്കുകൾ വെച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് 3 ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. അല്ല ഇവിടെ സീന ഏക്ക് അച്ചി ലഡ്കി തി എന്നുള്ളടത്ത് നമുക്ക് എന്താ ചെയ്യാം? സീന കെയ്സി ലഡ്കി തി, അല്ല അവിടെ കെയ്സെ എങ്ങനെയുള്ളന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സീന കെയ്സെ ലഡ്കി തി അല്ലെ, ഈ ഏക്ക് അച്ചി എന്നുള്ളടത്ത് എന്താണ്? കെയ്സെ എന്നുള്ള വാക്ക് അവിടെ ചേർത്തെടുത്താൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ സ്റ്റോറിയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. 1ാമത്തെ സെന്റൻസ് സീന ഏക്ക് അച്ചി ലഡ്കി തി എന്നുള്ള സെന്റൻസ് അല്ലെ, ഇതിൽ നിന്ന് നമുക്ക് ഏക്ക് അച്ചി ലഡ്കി അല്ലെ, ഒരു നല്ല പെൺകുട്ടിയാണ്. അപ്പൊ സീന എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് നമുക്ക് ചോദിച്ചൂടെ? അപ്പൊ സീന ഏക്ക് അച്ചി എന്നുള്ളടത്ത് എന്ത് കൊടുക്ക? കെയ്സെ എങ്ങനത്തെ, കെയ്സെ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു. എങ്ങനെ വരുന്നത്? അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്ന് ഒരു ചെറിയ കഥയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റിയൊരു കഥയാണ്. അപ്പോൾ 1ാമത്തെ സെന്റൻസ് നോക്കാം. സീന ഏക്ക് അച്ചി ലഡ്കി തി, സീന ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചോദ്യം ഉണ്ടാക്കാം? സീന എങ്ങനെയുള്ള പെൺകുട്ടിയായിരുന്നു? അപ്പോൾ എങ്ങനെ ചോദിക്കാം? സീന ഏക്ക് അച്ചി എന്നുള്ളടത്ത് എന്താക്കാം? കെയ്സെ, കെയ്സെ അല്ലെങ്കിൽ കെയ്സി ലഡ്കി തി, കെയ്സി എന്ന് കൊടുക്കാം. കെയ്സി, സീന കെയ്സി ലഡ്കി തി എന്ന് കൊടുക്കാം അവിടെ. 2ാമത്തെ ഷഹർമേ രഹത്തി തി, അവൾ പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. ആര്? സീന അല്ലെ, സീന പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ പറയാം. സീന, അങ്ങനെ നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. സീന ഷഹർ എന്നുള്ളടത്ത് എന്ത് കൊടുക്കാം? കഹാം അല്ലെ, ഷഹർമേ എന്നുള്ളടത്ത് എന്ത് കൊടുക്കാം? കഹാം, കഹാം എവിടെയാണ്? രഹത്തി തി അല്ലെ, സീന കഹാം രഹത്തി തി, സീന എവിടെയാണ് താമസിച്ചിരുന്നത്. ഇനി 3ാമത്തെ സെന്റൻസ് എന്താണ്? ഏക് ദിൻ, ഏക് ദിൻ സീന സഹേലി റാണി കെ സാത്ത് ഷഹർ ജാ രഹി തി അല്ലെ, പിന്നെ ഏക് ദിൻ ഒരു ദിവസം സീന അവളുടെ കൂട്ടുകാരുടെ കൂടെ എവിടെ പോവായിരുന്നു? ഷഹർ ജാ രഹി തി. അപ്പോ പിന്നെ സീന റാണി കോൻ ഹെ അല്ലെ, അത് ചോദിച്ചോട്ടെ നമുക്ക്. റാണി ആരായിരുന്നു അല്ലെ, സീനന്റെ ദോസ്ത് അല്ലേ. അപ്പൊ റാണി കോൻ തി, റാണി ഇവിടെ ഉണ്ട്, കോൺ എന്ന് ചേർത്ത് കൊടുക്കുക. റാണി ഇവിടെ ഉണ്ട്, റാണി ഇവിടെ ഉണ്ട്, കോൺ എന്ന് ചേർത്ത് കൊടുക്കുക. റാണി കോൺ തി അല്ലെ, റാണി സീനന്റെ ആരായിരുന്നു. അപ്പൊ ചോദ്യം 3 ചോദ്യമായി അല്ലെ. അചാനക് ഉസ്കെ ആവാസ് സുനി, അപ്പൊ അവിടെ എന്ത് കൊടുക്കാം? സീന എന്തോ കേട്ടു അല്ലെ, സീന അചാനക് സീന ക്യാ ആവാസ് സുനി അല്ലെ, അചാനക് അവൾ എന്ത് സൗണ്ടാ കേട്ടത്, പെട്ടെന്ന് അവൾ എന്ത് സൗണ്ടാ കേട്ടത് എന്ന് കൊടുക്കാം അല്ലെ. എന്താ പറയാ? സീന അചാനക് ക്യാ, ക്യാ എന്ന് കൊടുക്കുക, ആവാസ് സുനി എന്ന് കൊടുക്കാം അല്ലെ. സീന അചാനക് സീന പെട്ടെന്ന് ക്യാ എന്ത്, ആവാസ് സുനി എന്ത് സൗണ്ടാണ് കേട്ടത് അല്ലെ. അപ്പൊ ഇത്രയും മതി. ഇത്രയും 3-4 ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കട്ടോ. അപ്പോൾ ഈ നമ്മുടെ 5ബിയില് സർഗമിയിലെ 2ാമത്തെ പ്രവർത്തനമായിട്ട് വന്നത് ഇവിടെ കുറച്ച് ട്രാഫിക് സിഗ്നൽസ്, 2 ട്രാഫിക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? തസ്വീർ ഓർ സെ ദേഖിയെ, 2 പിക്ചർ നോക്കാന് മുനാസിബ് ജുംലെ ചോദിക്കാൻ ലിഖിയെ, എന്നിട്ട് അതിൽ യോജിച്ച വാക്കുകൾ എടുത്ത് എഴുതാൻ. അപ്പോൾ ഇവിടെ 2 ഒന്ന് ഓൺ അടിക്കരുത് എന്നുള്ള ഒരു ട്രാഫിക് സിഗ്നലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീബ്ര ലൈൻ ആണ് എന്നുള്ള ഒരു ട്രാഫിക് സിഗ്നലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ എന്താ കൊടുത്തിട്ടുള്ളത്? ആകെ സീബ്ര ലൈൻ ഹേ, മുന്നിൽ സീബ്ര ലൈൻ ആണ്, സടക്ക് പാർക്ക് കീജിയെ അല്ലെ, എന്താണ് റോഡ് മുറിച്ച് കടക്കൂ. അടുത്തത് സടക്ക് ബന്ദ് ഹേ അല്ലെ, റോഡ് എന്താണ് അവിടേക്ക് റോഡ് ബന്ധാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഹോൺ കാ ഇസ്തിമാൽ ബന്ദ് ഹേ,
ഇവിടെ ഓൺ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ ഈ ട്രാഫിക്കിന്റെ നേരെ ആ ഇത് അല്ലെ ഒന്നാമത്തെ സോറി എന്താണ് ഒന്നാമത്തെ ചിത്രത്തിന്റെ നേരെ എന്ത് കൊടുക്കാം, ഏതാണ് ഓൺ അല്ലെ, ഓൺ കാ ഇസ്തേമാൽ ബൻഹേ, അവിടെ ഓൺ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്താന്നുള്ളത്. അതുപോലെ സീബ്ര ലൈനിലും അതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലെ സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ ട്രാഫിക് സിഗ്നൽ ഉള്ള ആ പാഠം ഉണ്ടല്ലോ, ആ ആദ്യത്തെ ആ പാഠം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് അതിലെ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ഓക്കെ നമ്മൾ ആറാമത്തെ പ്രവർത്തനം നോക്കാൻ പോകുന്നത്. ആറാമത്തെ പ്രവർത്തനം നോക്കാം. ഹിബാറത്ത് പഠിയേ, താഴെ കൊടുത്ത പാരഗ്രാഫ് വായിച്ച് സവാലോं के जवाब लिखिए. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ജോഷ്ന സുബഹ് ദോസ്തോं के साथ മൈസൂർ ഗയി. ജോഷ്ന രാവിലെ കൂട്ടുകാരുടെ കൂടെ മൈസൂർ ഗയി, മൈസൂരിലേക്ക് പോയി. घूमते घूमते അവർ കറങ്ങി കറങ്ങി മൈസൂർ പാലസ് പहुंची, മൈസൂർ പാലസിലെത്തി. ഇവിടെ കഹാം എന്നാണ്, കഹാ എന്നല്ല കഹ എന്നാട്ടോ. കഹാ ജാതാ ഹെ പറയപ്പെടുന്നു. എന്തെന്നാൽ ये कृष्ण राजेंद्र वाडियार का बनाया हुआ है. കൃഷ്ണ രാജേന്ദ്ര വാഡിയാർ എന്ന ആൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വഹാ ടിപ്പു സുൽത്താൻ കാ കില്ല, അവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടയും और മസാർ भी है, മസാറുമുണ്ട്. ഇനി ചോദ്യം ഒന്നാമത്തെ ചോദ്യം തന്നത് നീച്ചെ ചന്ദ് തഫ്രീഹി മക്കാമാത്ത് കാ നാം ഹെ. താഴെ കുറിച്ച് എന്താണ് തഫ്രീഹി മക്കാമാത്ത്, എന്താ തഫ്രീഹി മക്കാമാത്ത് എന്ന് പറഞ്ഞാല് ടൂറിസ്റ്റ് പ്ലേസസ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഉന്മേ കേരള കാ തഫ്രീഹി മക്കാമാത്ത് ചുൻകർ ലിഖിയെ. അതിലെ കേരളത്തിലുള്ള ഒരു തഫ്രീഹി മക്കാമിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേര് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആക്കി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്നും വായിച്ച് നോക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താണ് കശ്മീർ അല്ല, ഓപ്ഷനിൽ ഒന്നാമത്തെ കശ്മീരാണ്, രണ്ടാമത് ജയ്പൂരാണ്, മൂന്നാറ് മൈസൂർ. അപ്പൊ ഇതിൽ ഏതാണ് കേരളത്തിലുള്ളത്? ഈസിയാണ്, മൂന്നാറാണ് അല്ലെ. ഇനി രണ്ടാമത്തെ പസന്ദീദ ഏക് തഫ്രീഹി മക്കാം ഖെ ബാരെ മേ ബയാനിയ തയ്യാർ കീജിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താണ് ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇഷാര കൊടുത്തിട്ടുണ്ട്, ഹിമാറത്ത് കെട്ടിടങ്ങള് അല്ലെങ്കിൽ സ്മാരകങ്ങള്, ഗാഡിയോൻ കി ഭീഡ് എന്നാല് ഗാഡിയോൻ കി ഭീഡ് എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ തിരക്ക്, മക്കാൻ സ്ഥലം, കുദറത്തി മനാസിർ അല്ലെ പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു എന്ത് ചെയ്താം, ഒരു ഏതെങ്കിലും ഒരു തഫ്രീഹി മക്കാമാത്തിനെ വിനോദസഞ്ചാര കേന്ദ്രത്തെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്തിനെ കുറിച്ച് എഴുതാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് മൈസൂരിനെ കുറിച്ചാണ്. അപ്പോൾ ചെറിയൊരു ചെറിയൊരു നോട്ടാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കൂട്ടി എഴുതാൻ പറ്റും കേട്ടോ. മൈസൂർ പാലസ് ഉണ്ട്, പിന്നെ ടിപ്പു സുൽത്താന്റെ കോട്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈസൂർ ഏക ഖൂബ്സൂറത്ത് ഷഹർ ഹെ, മൈസൂർ ഒരു ഭംഗിയുള്ള ഒരു ഷഹറാണ്. മൈസൂർ കർണാടക റിയാസത്ത് മേ ഹെ, മൈസൂർ ഉള്ളത് എവിടെയാണ്? കർണാടക റിയാസത്തിലാണുള്ളത്. മേ വാക്കി ഹെ ലാണുള്ളത്. മൈസൂർ മേ കൈ തഫ്രീഹി മക്കാമാത്ത് അല്ലെ, മൈസൂരിൽ എന്തുണ്ട്? ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് പ്ലേസസും और താരിഖി ഇമാറാത്ത് ബി ഹെ. താരിഖി ഇമാറാത്ത് എന്ന് പറഞ്ഞാല് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്മാരകങ്ങളുമുണ്ട്. മൈസൂർ കുദറത്തി മനാസിർ ബി ഹെ, മൈസൂർ മേൽ എന്തുണ്ട്? കുദറത്തി മനാസിർ അല്ലെ, പ്രകൃതി പിന്നെ ദൃശ്യങ്ങളും അല്ലെ നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ ഉള്ള സ്ഥലമാണ് എന്ത് മൈസൂര്. ഹർ ദിൻ ഓരോ ദിവസവും കൈ ലോക് ഒരുപാട് ആളുകൾ മൈസൂർ തേക്കിനെ ആതേ ജാതേ ഹെ, മൈസൂർ കാണാൻ വേണ്ടിയിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ ഒരു ബയാനി ഉണ്ടായിട്ടുള്ളത്. ഇതിലെന്ത് ഇതാക്കാം, മൈസൂർ മേ മൈസൂർ പാലസ് ഹെ, വൃന്ദാവൻ ഗാർഡൻ ഹെ, ഓർ പിന്നെ സൂ അല്ലെ, എന്താ പറയാ ചിരിയാഘർ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തഫ്രീഹി പിന്നെ എന്താ തഫ്രീഹി ഒരു അതിനെ കുറിച്ചുള്ള ഒരു പാഠഭാഗം ഉണ്ടല്ലോ, അതിലുള്ള ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു മൈസൂരിനെ കുറിച്ച് നല്ലൊരു ബയാനി എഴുതാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ടെക്സ്റ്റ് ബുക്കൊക്കെ ഈ വീഡിയോയും അതുപോലെ നിങ്ങളുടെ നോട്ട്സും ടെക്സ്റ്റ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സാം ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഹിന്ദിന്റെയും ഉറുദുവിന്റെയും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനും അതുപോലെ നിങ്ങൾ യൂണിറ്റ് ബേസ് ആയിട്ടുള്ള ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ശുക്രിയ.